ഹലോ, നമസ്തേ, നമസ്കാരം. ഞാനിപ്പോ ഇന്ന് വന്നിരിക്കണതേ നമ്മുടെ മമ്മൂക്കയുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ടർബോ എന്നൊരു ചിത്രത്തിന്റെ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ചാലേ ഈ ഒരു ചിത്രത്തിന് ഡീഗ്രേഡ് അടിച്ച തമ്പ്രാക്കന്മാരൊക്കെ എവിടെയാണ് ഇപ്പൊ? നിങ്ങൾ അറിഞ്ഞ മമ്മൂക്ക കമ്പനിയുടെ 5ാമത്തെ ചിത്രമായ ടർബോ കത്തിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കളക്ഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഓടിക്കളയേണ്ടി വരും. വമ്പൻ കളക്ഷൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വമ്പൻ കളക്ഷൻസ്. എന്തായാലും നിങ്ങളത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ വന്നത്. നിങ്ങളൊന്ന് കേൾക്കണം. ഇത്രയും ദിവസത്തെ കളക്ഷൻ ഞാൻ അറിയിക്കാം, ഒന്ന് കേട്ടു. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ സിനിമാ കമ്പനി ഇറക്കിയ 5ാമത്തെ ചിത്രമായ ടർബോ വൺ കളക്ഷനിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ 8ാമത്തെ ദിവസവും കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഡിഗ്രേഡ് അടിക്കുന്ന ഓരോ തമ്പരക്കന്മാരെ നിങ്ങൾ കേട്ടോ. പ്രേക്ഷകർ 2 കൈയും നീട്ടി സ്വീകരിച്ചൊരു ചിത്രമായതാണ് ഇത്രയും കളക്ഷൻസ്. അത് വമ്പൻ കളക്ഷൻസ് ആണ്, ഒന്നും പറയാനില്ല. നിങ്ങൾ വായിൽ നാവ് കൊണ്ട് പറഞ്ഞത് പ്രേക്ഷകര് തിരിച്ചടിച്ചിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ കളക്ഷൻ 6,15,00,000ആണ്. അത് 2ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ 3,70,00,000ആയി. 3ാമത്തെ ദിവസത്തിലേക്ക് 3,85,00,000 കിടത്ത്. 4ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ 4,25,00,000. 5ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ 2,45,00,000 രൂപ. 6ാമത്തെ ദിവസം 2 കോടി. 7ാമത്തെ ദിവസം ആയപ്പോൾ 1,70,00,000. 8ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ 1,50,00,000 രൂപ. അപ്പോൾ ഈ 9ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ട്രാക്കിംഗ് വെബ് പറയുന്നത് 1,50,00,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അത് 100% ഉറപ്പില്ല, അതിന് മേലെ എന്തായാലും പോകും. കാരണം ടർബോ കത്തിക്കേറിയേക്കണം. ടർബോ ജോസിന്റെ പഞ്ച് എന്ന് പറഞ്ഞാൽ 1.5 പഞ്ചാണ്. ആദ്യത്തെ 8 ദിവസവും കത്തിക്കേറിയ സിനിമയാണ് ടർബോ ജോസ്. അതിൽ 25,61,00,000 രൂപയാണ് മൊത്തത്തിലുള്ള കളക്ഷൻ. ശരിക്കും ഈ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ടർബോ എന്ന ഈ ഒരു ചിത്രം 8 ദിവസത്തിനുള്ളിൽ നേടിയിരിക്കുന്നത് 25 കോടി രൂപയ്ക്ക് മുകളിലാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യ ആകെ 6 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഗൾഫ് രാജ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33 കോടിക്ക് മുകളിലാണ് ആയ കളക്ഷൻ. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോനെ 61 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ടും കഴിയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പൃഥ്വിരാജ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ആളറിഞ്ഞ് കളിക്കടാ. അതേ പറയാനുള്ളൂ. കാരണം വേറെ ഒന്നല്ല, ഒരു ചിത്രം നമുക്ക് റിലീസിങ് ഡേറ്റ് തന്നെ വന്നിട്ട് ഡീഗ്രേഡ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതങ്ങനെ നിർത്തിക്കോളണം. അത്യാവശ്യം ഈ സിനിമ ഒത്തിരി ജനങ്ങൾ കണ്ടതിന് ശേഷം പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കും. അവര് തീരുമാനിക്കും എന്ത് വേണം വേണ്ട എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക. ഈ ഡീഗ്രേഡ് അടിക്കുന്ന തമ്പ്രാക്കന്മാരെ ആലോചിക്കുക, മനസ്സിലാക്കുക, കാണുക, കേൾക്കുക. എന്തായാലും മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന ഒരു ചിത്രം കത്തിക്കേറിയാക്കാണ്. മമ്മൂട്ടി കമ്പനിയുടെ കരിയറിൽ ആദ്യം 100 കോടി കൊണ്ടുവന്ന ഒരു ചിത്രം ടർബോ ആയിരിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട.